ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്നല്ലേ? വേലൂർ മഠ്. കൊൽക്കത്ത വന്നതിന് ശേഷം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു വേലൂർ മഠത്തിൽ പോവുക എന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫോണൊന്നും അലൗഡ് അല്ല. എന്നിരുന്നാലും ഇത്തിരി വീഡിയോ ഒക്കെ സംഘടിപ്പിച്ചു. സെക്യൂരിറ്റി കണ്ടാൽ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് വീഡിയോ ഒക്കെ എടുത്തത്. അവിടെ പോയതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? വെറുതെ പോയിട്ട് വന്നിട്ട് എന്താണ് കാര്യം? കുറച്ചൊരു വീഡിയോ സെൽഫി ഒന്നും ഇല്ലെങ്കിൽ അതൊന്നും കളറാവില്ലല്ലോ. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വേലൂർ മഠം രാമകൃഷ്ണ മഠത്തിൻ്റെയും രാമകൃഷ്ണ മിഷൻ്റെയും ആസ്ഥാനമാണ്. സ്വാമി വിവേകാനന്ദനാണ് തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സ്മരണയ്ക്കായി ഇത് സ്ഥാപിച്ചത്. ഇതിൽ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോക്ക് ഇങ്ങനെയായിട്ട് വരുന്നത് കേട്ടോ. ഇതിനകത്ത് പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫോണൊന്നും അലൗഡില്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് സമയം പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള പ്ലേസാണിത്. ഇത് 40 ഏക്കറിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. വേലൂർ മഠം, മ്യൂസിയം, അങ്ങനെ. അവിടെ ഞങ്ങൾ പോയ സമയത്ത് ക്യാമറ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സെക്യൂരിറ്റീസൊക്കെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാണാതെ ഇത്തിരി വീഡിയോ ഒപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് നേരെ കാണാത്തത്. കർശനമായി വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ. ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിന് പുറമെ സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീ ശാരദാദേവിയുടെയും ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം കൂടിയുണ്ട് കേട്ടോ. മ്യൂസിയത്തിലും ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു മാംഗോ ട്രീ ഉണ്ട്. അതിലിരുന്നിട്ടാണ് വിസിറ്റേഴ്സിനോടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നത് വിവേകാനന്ദ സ്വാമി. പിന്നെ ഒരു ബേലാപ്പിൾ ട്രീ കൂടി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫി എടുത്തു. അങ്ങനെ അവിടെ ഞങ്ങളൊരു നദിക്കരയിലേക്ക് പോയി. ബോട്ടിൻ്റെയൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടുണ്ടായിരുന്നു. അവിടുന്ന് കാളിഘട്ട് ടെമ്പിളിൻ്റെ അവിടെ നമ്മളെ കൊണ്ടുവിടും. പക്ഷെ ഞങ്ങൾ മുന്നേ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഹൂഗ്ലി നദിയുടെ ഫുൾ കലങ്ങിയിരിക്കുകയാണ് വെള്ളമൊക്കെ. ഈ നദിയിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഈ നദിയിൽ നിന്ന് വേലൂർ മഠ ടെമ്പിളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഈ കാണുന്നത് കാളിഘട്ട് കാളി ടെമ്പിളാണ്. ഞങ്ങൾ മുന്നേ പോയതുകൊണ്ട് ഇപ്രാവശ്യം അവിടെ പോയില്ല. ഇത് രണ്ട് നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് വരുന്നത്. പക്ഷെ മുന്നേ ഞങ്ങൾ അറിയാത്തത് കൊണ്ട് ഇവിടെ മാത്രം വന്നിട്ട് തിരിച്ചു പോയി. ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് അത് ഇതിൻ്റെ കൂടെ ചേർക്കാഞ്ഞത്.
പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു ഓൾ.